കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള നിക്കിനെയാണ് കാണിക്കുന്നത്. അവന്റെ രണ്ട് കാലും നല്ല സ്വാധീനം കുറവാണ്, നടക്കാനൊക്കെ പാടാണ്. അതുകൊണ്ട് തന്നെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. ഇപ്പൊ നിക്കാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞി പയ്യൻ ഇരുന്നിട്ട് ഒരു മെഷീനിൽ നിന്ന് പാവ എടുക്കാനായിട്ട് നോക്കുകയാണ്, ഒരു പാവക്കുട്ടീനെ. പക്ഷേ ആ കുട്ടീനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് തന്നെ നിക്ക് ആ പയ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും അത് എടുക്കാൻ സഹായിക്കുന്നില്ല, പകരം എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും നിക്കാണെങ്കിൽ ആ പയ്യൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ കൂട്ടുകാരോടൊത്ത് കാറിൽ പോവാണ്. ഇപ്പൊ അവന്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടിയാണ് അവന്റെ ഗേൾ ഫ്രണ്ട്, അതുപോലെ പിന്നിലിരിക്കുന്ന പയ്യനാണ് അവന്റെ കൂട്ടുകാരൻ. അങ്ങനെ അവർ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നുണ്ട്. രാത്രി യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവരെല്ലാരും കിടന്നുറങ്ങാണ്. പക്ഷെ നമ്മുടെ നിക്കാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അന്നേരം അവന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആരോ അവനോ മനഃപൂർവ്വം ശല്യപ്പെടുത്താനായിട്ട് അയക്കുന്ന മെസ്സേജാണ്. ഇത് കാണുമ്പോൾ തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്ന കൂട്ടുകാരനെ അവൻ തട്ടി എണീപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവന്മാർ രണ്ടുപേരും കൂടി ഒരു ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയിട്ട് ഗേൾ ഫ്രണ്ട് അറിയാതെ ആ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചില്ലേ, അയാളെ പറ്റി നോക്കാണ്. അയാളുടെ പേര് നൊമാഡ് എന്നാണ്. നൊമാഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇവർക്ക് മെസ്സേജ് അയക്കുന്നത്. പക്ഷേ അതൊരു ഹാക്കർ ആണ് കേട്ടോ. അയാൾ എന്തോ ഒരു ഫയൽ ആ ലാപ്ടോപ്പിലോട്ട് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ നിക്ക് തുറന്നു നോക്കുമ്പോൾ ഇവരെ തന്നെ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇവർ നിൽക്കുന്ന റൂമിൽ ആരോ CCTV വെച്ച് ഇവരെ നിരീക്ഷിക്കുന്നത് പോലെ. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. അത് ഇവരുടെ വേറൊരു ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തിട്ട് അതിന്റെ ക്യാമറ വഴിയാണ് നമ്മുടെ നിക്കിനെയും അതുപോലെ തന്നെ കൂട്ടുകാരനെയും നൊമാഡ് എന്ന് പറയുന്ന മനുഷ്യൻ കാണുന്നത്. ഇത് മനസ്സിലാക്കുന്ന നിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് അവർ ലാപ്ടോപ്പ് അടച്ചു വെക്കുകയാണ്. ഇതിനുശേഷം നിക്കും കൂട്ടുകാരനും കൂടെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇപ്പൊ അവർക്ക് മെസ്സേജ് അയച്ച അല്ലെങ്കിൽ ഇവരെ ഹാക്ക് ചെയ്ത ഹാക്കർ ഇല്ലേ, ആ ഹാക്കറിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കഷ്ടപ്പാടിൽ ഇരിക്കുമ്പോഴായിരിക്കും നിക്കിന്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. എന്താ നിങ്ങൾ ഉറങ്ങുന്നില്ലേ, നാളെ നമുക്ക് പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ കാർ എടുത്ത് പിറ്റേ ദിവസം യാത്രയ്ക്ക് പോവാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഇവരൊരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലോട്ട് പോവാണ്. മറ്റൊന്നിനുമല്ല, നിക്കിന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടാക്കാനായിട്ടാണ്. എന്തോ ഒരു കോഴ്സ് പഠിക്കാനായിട്ടാണ് കൂട്ടുകാരി പോകുന്നത്, അതായത് ഗേൾ ഫ്രണ്ട് പോകുന്നത്. അപ്പൊ അവളെ കൊണ്ടാക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ പോകുന്നത്. അങ്ങനെ അവർ കാർ ഓടിച്ച് ഒരുപാട് ദൂരം ചെല്ലുമ്പോൾ ഇവരൊരു കട കണ്ടിട്ട് അവിടെ കാർ ഒതുക്കുകയാണ്. നിക്ക് പറയും, ഞാൻ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കോഫി വാങ്ങിച്ചുകൊണ്ട് വരാന്ന്. അങ്ങനെ അവൻ കോഫി വാങ്ങാനായിട്ട് പോവാണ്. കോഫി വാങ്ങിച്ചിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന കോഫി എല്ലാം താഴെ പോവാണ്. അതുമല്ല, അവന് കാലിന് സ്വാധീനം കുറവായത് കൊണ്ട് തന്നെ അവൻ മറിഞ്ഞു വീഴും. ഇത് കാണുന്ന കൂട്ടുകാരിയും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ ഓടി വരികയാണ്. എന്നിട്ട് അവനെ പിടിച്ചെണീപ്പിക്കുകയാണ്. അന്നേരം നിക്ക് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കോഫി എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവാണ്. അവൻ എന്നിട്ട് ചെന്ന് കോഫി എടുക്കുന്ന നേരം ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവന്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ അവളോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ട്. അവനിപ്പോ രണ്ട് കാല് വയ്യല്ലോ, ആ കാല് വയ്യാഞ്ഞിട്ട് ഇവളെ പ്രേമിക്കുന്നത് ശരിയല്ല, അവളുടെ ജീവിതം കൂടെ കളയുന്നെന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് കാര്യം പറയും, എനിക്ക് നിന്നോട് വലിയ താല്പര്യമില്ല, നമുക്ക് ഈ റിലേഷൻ നടത്താന്ന്. പക്ഷെ അവൾക്ക് നന്നായിട്ട് അറിയാം അവ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. അതുമല്ല, അവൾക്ക് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. പക്ഷെ നിക്കാണെങ്കിൽ കോഫി എടുത്തിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അത് കൊണ്ടുവന്ന് കൂട്ടുകാരന് കൊടുക്കുകയാണ്. ഇതിനുശേഷം നിക്കും ഗേൾ ഫ്രണ്ടും കൂടെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യണോ, ഒരുമിച്ച് ജീവിച്ചാൽ പോരെന്ന്. പക്ഷെ അവന് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതായത് അവൻ കാരണം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അവളോട് കാര്യം പറയും, നമുക്ക് റിലേഷൻ വേണ്ട, നമുക്കിത് നിർത്താന്ന് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് നിക്ക് കൊടുത്തൊരു ലോക്കറ്റ് ആണെങ്കിൽ അവൾ വലിച്ച് താഴോട്ട് എറിയാണ്. എന്നിട്ട് അവൾ വിഷമിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പിന്നീട് ഇവര് മൂന്നുപേരും കൂടെ കാർ എടുത്തിട്ട് പോവുകയാണ്. ആ നേരം കൂട്ടുകാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന നൊമാഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലേ, അയാളുടെ ലൊക്കേഷൻ കൂട്ടുകാരൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, പക്ഷേ ഏകദേശം അടുത്തുമാണ്, പോകുന്ന വഴിക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ നിക്ക് പറയും, നമുക്ക് ഗേൾ ഫ്രണ്ടിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കയറാന്ന്. പക്ഷെ ഗേൾ ഫ്രണ്ട് പറയും അവളും കൂടെ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ കാർ എടുത്തിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പൊ രാത്രി സമയമായിട്ടുണ്ട്. അങ്ങനെ അവര് വഴി തെറ്റിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ലൊക്കേഷൻ മനസ്സിലാക്കി റിവേഴ്സ് എടുത്ത് ഒരു സ്ഥലത്ത് വരും. അവിടെ തന്നെ ആരും ഇല്ലാത്ത ഒരു ചെറിയ കെട്ടിടമുണ്ട്. അതിനുള്ളിൽ നിന്നാണ് ഇവർക്ക് ആരും മെസ്സേജ് അയച്ചത്. ഏതൊരു ഹാക്കറാണ് അയച്ചേക്കുന്നത്. ആ ഹാക്കർ ആ ബിൽഡിങ്ങിനുള്ളിൽ ഉണ്ടെന്ന് ഇവർ കരുതും. എന്നിട്ട് കാർ ഒതുക്കിയിട്ട് ഗേൾ ഫ്രണ്ടിനെ കാറിനുള്ളിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറി പോവാണ്. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഗേൾ ഫ്രണ്ടിന് വരാനായിട്ട് പാടില്ലല്ലോ, അതുകൊണ്ടാണ് അവളെ കാറിലാക്കിയത്. അങ്ങനെ കൂട്ടുകാരനും അതുപോലെ തന്നെ നിക്കും കൂടെ അകത്ത് കയറി പരിശോധിക്കുകയാണ്. അവിടെ ആരും താമസമില്ല, അനാഥമായി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ അവർ ക്യാമറയിൽ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ നിക്കാണെങ്കിൽ ആ ബിൽഡിംഗ് എല്ലാം പരതുന്നുണ്ട്. ഇടയ്ക്ക് കൂട്ടുകാരനെ കാണാതെ പോകും. അങ്ങനെ കൂട്ടുകാരനെ തപ്പി നടക്കുകയാണ്. പക്ഷേ അവനൊരു സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കസേരയിൽ എന്തോ ഒരു രൂപം ഇരിക്കുകയാണ്. അതും തലയൊക്കെ താഴ്ത്തിയിരിക്കുകയാണ്. ഇവൻ പതിയെ പേടിച്ച് അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് എണീറ്റ് അവനെ നോക്കി ചിരിക്കും. ഇത് കണ്ടവൻ പേടിച്ചു പോവാണ്. പക്ഷേ അതവന്റെ കൂട്ടുകാരൻ അവനെ പറ്റിച്ചതാണ്. അതുപോലെ തന്നെ കൂട്ടുകാരൻ അവിടെ തന്നെ ഒരു ബേസ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് നിക്കിന്റെ പിണക്കൊക്കെ തൽക്കാലം മാറ്റിയതിനു ശേഷം അവിടെ നിന്ന് താട്ട് വിളിച്ചോണ്ട് പോവാണ്. ഇപ്പൊ പിണങ്ങിയത് എന്തിനാണെന്നല്ലേ, നിക്കിനെ പേടിപ്പിച്ചത് കൊണ്ടാണ് ചെറുതായിട്ട് പിണങ്ങിയത്. എന്തായാലും ഇപ്പൊ തൽക്കാലം പിണക്കൊക്കെ മാറ്റിയിട്ട്
കൂട്ടുകാരന്റെ പിന്നാലെ ആ ഒരു ബേസ്മെന്റിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ അവർ ആ ബേസ്മെന്റിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അതായത് ഗേൾ ഫ്രണ്ട് നിലവിളിക്കുന്നത് പോലെ. ഇവർ രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഓടി ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ടില്ല. പകരം കാറിന്റെ ഡോറൊക്കെ വലിച്ചു തുറന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവർ പോയ സമയത്ത് ഹെഡ്ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയതായിരുന്നു. ഇപ്പൊ ഗേൾ ഫ്രണ്ട് എവിടെ പോയെന്ന് അവർക്ക് അറിയത്തില്ല. ചുറ്റും എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിക്കൊരു സൈഡിലോട്ട് നോക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആകാശത്തോട്ട് ഉയർന്നു പൊങ്ങി പോകുന്നുണ്ട്. പിന്നീട് എന്താ നടന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. എന്തൊക്കെയോ നടക്കുകയാണ്. കട്ട് ചെയ്താൽ നിക്ക് കണ്ണ് തുറന്നിട്ടുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് കണ്ണ് തുറന്നിട്ടുണ്ട്. അവനിപ്പോ ഒരു വീൽ ചെയറിലാണ്. അവനൊരാള്, അതായത് ഒരു സ്യൂട്ടൊക്കെ ഇട്ട ആള് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. വേറൊരു സ്യൂട്ട് ഇട്ട ആള് അവന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിക്കിനൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് അവൻ സംശയം ചോദിക്കും, എന്താണ് സംഭവിക്കുന്നത്, ഞാൻ എവിടാണെന്ന്. പക്ഷേ അയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. പകരം നിക്കിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിക്കിന് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെല്ലാം ഉത്തരം പറയുന്നുണ്ട്. അവന്റെ പേര്, അവൻ ഭൂമിയിൽ നിന്നാണോ വന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോഴായിരിക്കും നിക്കിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നത്. ആ ഒരു സ്യൂട്ടിട്ട മനുഷ്യനാണെങ്കിൽ മുമ്പോട്ട് വന്നിട്ട് അവന്റെ മൂക്കിൽ തൊട്ടു നോക്കിയിട്ട് അത് വെറും ചോരയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. അത് വെറും ചോരയാണെന്ന്. മനുഷ്യ ശരീരത്തിൽ നിന്ന് ചോരയല്ലേ വരേണ്ടത്. ഇപ്പൊ തൽക്കാലത്തേക്ക് നിക്കിനെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കാളാൻ പറയുന്നുണ്ട്. അതായത് നിക്കിന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് രക്തം വന്നതെന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് നമുക്കൊരു പേര് കൊടുക്കണ്ടേ. അയാളെ നമുക്ക് ഡോക്ടർ എന്ന് വിളിക്കാം. കാരണം നിക്കിനെ പരിശോധിക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഇയാളാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് നിക്കിന്റെ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിൽ നിക്ക് മാത്രമാണ്. കൊണ്ടുവന്ന ആൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നിക്ക് അവന്റെ കൈകൾ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ എന്തോ നമ്പർ ടാറ്റു അടിച്ചു വെച്ചിട്ടുണ്ട്. അതുമല്ല അവന് പുറത്തോട്ട് നോക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് എന്താണെന്ന് അവൻ അറിയണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനലിൽ പോയി പൊക്കി നോക്കുമ്പോൾ ആ ഒരു ജനലിൽ നിന്ന് നല്ല രീതിയിൽ വെളിച്ചം അവന്റെ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. അതായത് ഈ ബിൽഡിങ്ങിലുള്ള ഒരു മനഃപൂർവ്വം തന്നെ നിക്കിനെ പുറത്തോട്ട് നോക്കാൻ സമ്മതിക്കാതെ, പുറത്ത് എന്താണെന്ന് അറിയാൻ സമ്മതിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ ഒരു പ്രകാശം പുറപ്പെടുവിപ്പിക്കുന്നത്. ഇതിനുശേഷം നിക്കിനെ വീണ്ടും വീൽ ചെയറിലിരുത്തി ആ ഡോക്ടർ ആണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിലൂടെ കൊണ്ടുപോകുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് ഒരു സ്ഥലത്ത് മയങ്ങി കിടക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വാശി പിടിക്കുകയാണ് അവന് ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇയാൾ കൊണ്ടുപോകുന്നില്ല. നിക്ക് എത്ര വാശി പിടിച്ചിട്ടും കൊണ്ടുപോകുന്നില്ല. അവസാനം നിക്കിനെയും കൊണ്ട് ഒരു റൂമിൽ വരികയാണ്. അവിടെ ഇരുത്തി ചോദ്യം ചെയ്യിപ്പിക്കുകയാണ്. നിക്കിന് ഒന്നിനും മറുപടി പറയാനായിട്ട് മനസ്സ് വരുന്നില്ല. പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവൻ മറുപടി പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അന്ന് ബിൽഡിങ്ങിൽ നിക്ക് പോയില്ലായിരുന്നോ, അപ്പൊ ഒരു ക്യാമറ വെച്ച് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തില്ലേ, ആ ഒരു ക്യാമറയിൽ ഒരു ഏലിയന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏലിയനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ മൂന്നുപേർ ആ ഒരു സ്ഥലത്ത് എന്തിനാണ് പോയത്? നമ്മുടെ നിക്ക്, ഗേൾ ഫ്രണ്ട്, അതുപോലെ തന്നെ കൂട്ടുകാരൻ ഏലിയൻസ് വിളിച്ചിട്ടാണ് പോയെന്നാണ് ഇവര് പറയുന്നത്. അതായത് ഈ ഡോക്ടറും ബാക്കിയുള്ള ആൾക്കാരും. അപ്പൊ ഏലിയൻസുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ മനുഷ്യരുടെ ഇടയിലോട്ട് തുറന്നു വിടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഫെസിലിറ്റിയിൽ പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നത്. എന്തായാലും നിക്കിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം നിക്കിനെ വീണ്ടും റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിടാണ്. നിക്കിന് എണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവന്റെ കാല് അത്ര വർക്കാവത്തൊന്നുമില്ല. വർക്കാവത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റില്ല. അവൻ അങ്ങനെ ആ റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും അവൻ ആരോ പേര് വിളിക്കുന്നത്. ആരോ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തോട് ചെല്ലുമ്പോൾ അവിടെ തന്നെ ചെറിയൊരു എയർ വെന്റ് ഉണ്ട്. അതിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. സംസാരിക്കുന്നത് മറ്റാരുമല്ല, അവന്റെ കൂട്ടുകാരൻ തന്നെയാണ്. പക്ഷെ അധികം നേരമൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ പോവുകയാണ്. പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം നിക്കിനെ വീട് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിക്കിന്റെ മുമ്പിൽ കുറെ അധികം സാധനങ്ങൾ പറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കാണുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇതെന്താണ് ഷേപ്പ്, ഇതെന്താണ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട്. നിക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉത്തരം പറയാണ്, ഇത് പച്ച, നീല, മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ അയാളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പൊ അയാൾ എന്താ വിചാരിക്കുന്നത്, ഈ ഒരു രൂപങ്ങളും കളറും കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നതാണ്, അവന് തലയ്ക്ക് സുഖം ഇല്ലാത്തതുപോലെ പെരുമാറുന്നതാണെന്നാണ്. പക്ഷെ നിക്ക് പറയും, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പെരുമാറുന്നത്, എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണണം, അവൾക്ക് എന്താ പറ്റിയെന്ന് കാണണമെന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ അവനെയും കൊണ്ട് ഗേൾ ഫ്രണ്ട് കിടക്കുന്ന റൂമിന്റെ പുറത്ത് വരും. അവള് കോമയിൽ കിടക്കാണ്. പക്ഷെ പുറത്ത് നിന്ന് മാത്രമേ ഇവനെ കാണിക്കുന്നുള്ളൂ. ഇവ അകത്ത് പോകണമെന്ന് പറയുമ്പോൾ ഇപ്പൊ പോകാൻ പറ്റത്തില്ല, അവൾക്ക് ബോധം വന്നാൽ എന്തായാലും നിന്നെയായിരിക്കും ഫസ്റ്റ് കാണിക്കുന്നതെന്ന് അയാൾ വാക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നിക്കിനെ വീണ്ടും റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിടുന്നുണ്ട്. പക്ഷെ അവ അടങ്ങിയിരിക്കുന്നില്ല. അവിടെ ഇരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ റെഡിയാക്കി എടുത്തിട്ട് അവ എന്തോ കാര്യം ഉണ്ടാക്കുന്നുണ്ട്. അതായത് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണവും പിന്നെ അവനെ ട്രിപ്പിട്ട ട്യൂബില്ലേ അതൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ടാണ്. അതിനുശേഷം അവൻ പോയി അവന്റെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു എയർ വെന്റ് വഴിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവർക്ക് പോലും അറിയത്തില്ല ഇവരെവിടാണ്, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. അങ്ങനെ രക്ഷപ്പെടാനായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ ഈ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എങ്ങോട്ട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും കൂട്ടുകാരന്റെ റൂമിലോട്ട് ആരോ കയറി വരുന്നത് പോലെ ശബ്ദം കേൾക്കുക. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ പോവാണ്. നിക്കിന് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല. ഇതേ നേരം തന്നെ ആ ഒരു ഡോക്ടറും വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പശുവിനെ വെച്ച് എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ഒരു പശുവിനെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ട്
എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഒരു ബിൽഡിംഗ് കുലുങ്ങാനായിട്ട് തുടങ്ങുന്നത്. എന്തോ ആ ബിൽഡിങ്ങിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ നിക്കിനെ ആണെങ്കിൽ കുറച്ചധികം ആൾക്കാർ, അതായത് രണ്ടാൾക്കാർ വീൽ ചെയറിൽ ഇരുത്തി ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോഴായിരിക്കും ഈ ഒരു ബിൽഡിംഗ് കുലുങ്ങാനായിട്ടും അലാറം കേൾക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ടാൾക്കാർ അതിന്റെ പിന്നാലെ പോകും. ഇപ്പൊ നിക്ക് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ പതിയെ പതിയെ വീൽ ചെയർ തള്ളി അവിടെ നിന്ന് മാറി ഒരു ടോയ്ലറ്റിൽ വരുന്നുണ്ട്, ആരും അറിയാതെ ഒളിച്ചിരിക്കാനായിട്ട്. എന്നാൽ നേരത്തെ കണ്ട ആ രണ്ട് സെക്യൂരിറ്റികളില്ലേ, അവര് നിക്കിനെ കണ്ടുപിടിച്ചിട്ട് വീണ്ടും നിക്കിന്റെ അടുത്ത് തിരിച്ചു വരുന്നുണ്ട്. നിക്കിനെ ഉരുട്ടിക്കൊണ്ട് പോയി ഒരു റൂമിൽ കൊണ്ടുവന്ന് പൂട്ടി വെക്കുകയാണ്. പുറത്ത് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ അലാറം കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. കുറെ നേരം കഴിയുമ്പോഴായിരിക്കും ഈ അലാറം ഒക്കെ ഓഫ് ആവുന്നത്, പ്രശ്നമെല്ലാം സോൾവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലാണ്. നിക്കിന് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ ചുറ്റും നോക്കുമ്പോൾ ആ ഒരു ഭിത്തിയെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്, എന്തോ വാന്തി പൊളിച്ചതുപോലെ. പക്ഷേ അത് എന്ത് ജീവിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയോ ഒന്നും അറിയത്തില്ല. പിന്നീട് അവനെ കൊണ്ടുവരുന്നത് വീണ്ടും ചോദ്യം ചെയ്യാനായിട്ടാണ്. ആ ഡോക്ടർ അവനെ ചോദ്യം ചെയ്യിപ്പിക്കും. അവൻ ഇപ്രാവശ്യം തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ എന്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം, കാരണം അവിടെ CCTV വെച്ചൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ എന്താണ് പറ്റിയത്, അവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ആ ഭിത്തിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതൊന്നും പറയാതെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മളെ നിക്കിനെ വീണ്ടും റൂമിൽ കൊണ്ടാക്കുകയാണ്. അവർ റൂമിൽ വന്നിട്ട് ആ ഒരു വെന്റ് വഴി കൂട്ടുകാരനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കൂട്ടുകാരൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പുറത്തിപ്പോ കൂട്ടുകാരൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് തോന്നുകയാണ്. അവനാണെങ്കിൽ ആരും അറിയാതെ പതിയെ ആ ഡോർ എങ്ങനെയൊക്കെ തുറക്കുന്നുണ്ട്. എങ്ങനെ അവൻ പാസ്വേഡ് മനസ്സിലാക്കിയിട്ടാണ് അത് തുറക്കുന്നത്. എന്നിട്ട് ആ ഒരു വീൽ ചെയറും എടുത്ത് ഗേൾ ഫ്രണ്ടിന്റെ റൂമിലും പോയി അവൾ കിടക്കുന്ന കട്ടിലിൽ നിന്ന് അവളെയും വലിച്ചുകൊണ്ട് പോവാണ്. അതായത് കട്ടിലോടെ അവളെയും വലിച്ചുകൊണ്ട് പോവാണ്. അവൻ നേരത്തെ കട്ട് ചെയ്തെടുത്ത ട്യൂബില്ലേ, അത് വീൽ ചെയറിൽ കെട്ടിയിട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ കുറെ അധികം സെക്യൂരിറ്റികളെ വെട്ടിച്ചിട്ട് ഇവൻ എങ്ങനെയൊക്കെ അവസാനത്തെ ഡോറിൽ എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഡോറില്ലേ, അതുവഴി ചെന്നിട്ട് അവസാനമായിട്ട് പാസ്വേഡ് അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവന് കൈ എത്തുന്നില്ല. എന്നാൽ അവന്റെ ആ ഒരു ട്യൂബ് ഉണ്ട്, അത് വെച്ച് എങ്ങനെയൊക്കെ പാസ്വേഡ് അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നല്ല രീതിയിൽ കഴിയുന്നില്ല. ഒരുപാട് സമയം എടുക്കുകയാണ്. അന്നേരം അങ്ങോട്ട് കുറെ അധികം സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഡോക്ടറും വന്നിട്ടുണ്ട്. അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അവനെ പിടിച്ചോണ്ട് പോവാണ്. രക്ഷപ്പെടാനായിട്ട് പറ്റിയില്ല. കട്ട് ചെയ്താൽ അവന്റെ മനസ്സിലോട്ട് കുറെ അധികം ഓർമ്മകൾ വരുന്നുണ്ട്. അവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ഓർമ്മകള്, കൂട്ടുകാരനുമായിട്ടുള്ള ഓർമ്മകള്, അവന് കാല് നല്ല രീതിയിൽ ഇരുന്നപ്പോൾ ഓടാൻ പോയ ഓർമ്മകള്, ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. പെട്ടെന്നായിരിക്കും അവ ഇതും കണ്ട് കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്ന് സൈഡിലോട്ട് നോക്കുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് അവന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. അവള് കോമയിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ഇവനെ നോക്കാണ്. പതിയെ അവൻ കൈ നീട്ടുമ്പോൾ അവൾ കൈ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ കൈ പിടിക്കുമ്പോൾ അവിടെ തന്നെ രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവര് വന്ന് ഇവരുടെ രണ്ടുപേരും കൈ പിടിച്ച് മാറ്റുകയാണ്. രണ്ടുപേരും തൊടാനായിട്ട് സമ്മതിക്കുന്നില്ല. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എന്താ പറ്റിയേ, നമ്മൾ എവിടാണ് എന്നൊക്കെയാണ് ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നത്. നിക്കിനും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒന്നും അറിയത്തില്ലല്ലോ. നിക്ക് വീണ്ടും അവളുടെ കയ്യിൽ തൊടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആ സെക്യൂരിറ്റീസ് വന്ന് ഇവനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇവൻ പിടിവാശി കാണിക്കും, പ്രശ്നം ഉണ്ടാകും. അങ്ങനെ അവരും കൂടെ പിടികൂടിയിട്ട് ഇവൻ മറിഞ്ഞ് താഴെ വീഴാണ്. താഴെ വീഴുന്ന സമയത്ത് അവന്റെ കാലിൽ മൂടിയിരുന്ന ബെഡ്ഷീറ്റ് മാറാണ്. അത് മാറുമ്പോൾ ഒരു കാര്യം കണ്ട് ഇവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ഇവന്റെ കാലിന്റെ സ്ഥാനത്ത് കാലില്ല, പകരം ഒരു റോബോട്ടിക് കാലാണ്. ഇതെന്താണെന്ന് അവൻ അറിയത്തില്ല. അവന്റെ കാലൊക്കെ അനങ്ങുന്നുണ്ട്. ഇത് കണ്ട് നല്ല രീതിയിൽ അവൻ പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ആ റൂമിൽ നിന്നൊരു സെലോ ടേപ്പ് കിട്ടുന്നുണ്ട്. ആ ഒരു സെലോ ടേപ്പ് എടുത്തിട്ട് അവൻ കാല് മൊത്തം ചുറ്റാണ്. അവന്റെ കാല് കാണുന്നത് തന്നെ അവന് പേടിയാണ്. എന്തോ പോലെ തോന്നാണ്. അത് മൊത്തം ചുറ്റി വെക്കുന്നുണ്ട്. ഇവനെ നിരീക്ഷിച്ച് കുറെ അധികം ആൾക്കാർ പുറത്തു വരുന്നുണ്ട്. അതായത് ഡോക്ടറും വേറെ കുറച്ച് ആൾക്കാരും. അതുപോലെ അവന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കല്, എല്ലാം ഞങ്ങൾ പറഞ്ഞു തരാം. ആ ഏലിയൻസിനെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് നിന്നെ കിട്ടിയത്, അതുകൊണ്ട് തന്നെ നിന്നെ നിരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇവൻ കേൾക്കത്തില്ല. ഇവനാണെങ്കിൽ പതിയെ എണീക്കാനായിട്ട് തുടങ്ങും. ഇവന് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. കൂടെ തന്നെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടുപോകുന്നുണ്ട്. മുമ്പിലായിട്ട് വലിയൊരു ഡോറും ഉണ്ട്. ആ ഡോറ് അവൻ ചവിട്ടി പൊളിക്കുകയാണ്. അവന്റെ ആ ഒരു റോബോട്ടിക് കാലില്ലേ, അത് വെച്ച് പറ്റുന്നുണ്ട്. അത് ചവിട്ടി പൊളിച്ചിട്ട് ഗേൾ ഫ്രണ്ടിനെയും വലിച്ചുകൊണ്ട് പുറത്തോട്ട് പോവാണ്. ആ ബെഡും വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിലാണ് ഗേൾ ഫ്രണ്ട് കിടക്കുന്നത്. അവൻ പോകുന്ന വഴിക്ക് അവനെ പിടിക്കാൻ വരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം ചവിട്ടി തെറിപ്പിച്ചിട്ടാണ് അവൻ പോകുന്നത്. കാരണം അവന്റെ കാലിന് അത്രയും പവർ ഉണ്ട്. ഇതറിഞ്ഞ ഡോക്ടർ ആണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവൻ ആ ഒരു വാതിലും ചില്ലും എല്ലാം തകർത്തിട്ട് ഏറ്റവും അവസാനത്തെ എക്സിറ്റിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് അവൻ ഗേൾ ഫ്രണ്ടിനെ വലിച്ചെടുത്തോണ്ട് പോയി ഒരു ലിഫ്റ്റിൽ കയറുന്നുണ്ട്. അന്നേരം കൊണ്ട് അങ്ങോട്ട് ഡോക്ടർ വന്നിട്ട് അവനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് പറ്റത്തില്ല, മനുഷ്യരുടെ ഇടയിലോട്ട് പോകുന്ന സേഫ് അല്ല, നീ ഇവിടെ നിൽക്കുന്നൊക്കെ പറയുമ്പോൾ അവൻ കേൾക്കത്തില്ല. ഇയാളെ ചവിട്ടാൻ പോകുന്നത് പോലെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ലിഫ്റ്റിലെ സ്വിച്ച് അമർത്തി അവൻ താഴെ ചെല്ലുന്നുണ്ട്. എന്നാൽ താഴെ ബേസ്മെന്റിൽ ചെല്ലുമ്പോൾ, അതായത് ഏറ്റവും അണ്ടർഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ കുറെ അധികം വഴികളുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഏതൊക്കെയോ വഴി അവൻ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് പോവാണ്. അങ്ങനെ അവ അവസാനം പുറത്തെത്തുന്നുണ്ട്. എന്തായാലും ഇവൻ പുറത്തോട്ട് വരുമ്പോൾ ഗേൾ ഫ്രണ്ടിന് ബോധം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെയും പൊക്കിയെടുത്ത് അവൻ നടക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇവരാരൊക്കെയോ പിടിച്ചു വെച്ചേക്കുകയാണെന്ന്. ഇവരങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു കാറ് വരുന്നുണ്ട്. അത് മറ്റാരുള്ള ഒരു മുത്തശ്ശിയാണ്. ആ മുത്തശ്ശി അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മുത്തശ്ശിയുടെ കൂടെ ഇവർ പോവാണ്.
ആണ്. എന്നാൽ ഈ മുത്തശ്ശിയാണെങ്കിൽ ചെറിയൊരു പ്രാന്തിയാണ് കേട്ടോ. എന്തൊക്കെയോ വട്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിക്കത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവരുടെ കൂടെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നിക്കും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും കൂടെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഗേൾ ഫ്രണ്ടിനെ ഒരു സ്ഥലത്തിരുത്താണ്, ഒരു ട്രക്കിന്റെ അടുത്ത് ഇരുത്താണ്. എന്നിട്ട് അവളോട് ഇവിടെ നനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തുള്ള ഒരു കടയിൽ ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ കുറെ അധികം ആൾക്കാരുണ്ട്. അവന്റെ വേഷം കണ്ടിട്ട് അവരെല്ലാരും നോക്കുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ തൊട്ടടുത്തുള്ള ഒരു ടെലിഫോൺ ഉണ്ട്, അവിടെ ചെന്നിട്ട് ആ ടെലിഫോൺ എടുത്ത് വിളിക്കാനായിട്ട് ശ്രമിക്കും അവന്റെ വീട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ. പക്ഷേ ഫോൺ പോകുന്നില്ല. അന്നേരമായിരിക്കും അവിടെ ടിവിയിൽ ന്യൂസ് വരുന്നത്, ഇതുപോലെ നിക്കിനെയും ഗേൾ ഫ്രണ്ടിനെയും കാണാതെ പോയിട്ടുണ്ട്, അവർ രണ്ടുപേരും പോലീസുകാർ തേടുന്ന കുറ്റവാളികളാണെന്ന്. ഇത് കണ്ടിട്ട് എവനാണെങ്കിൽ പുറത്തോട്ട് നോക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് ആ ഒരു ട്രക്കിൽ കയറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ട്രക്ക് അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ്. എവൻ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് അവളെ പിടിക്കാനായിട്ട് നോക്കും. പക്ഷെ നടക്കത്തില്ല, അവൾ ട്രക്കും എടുത്ത് പോയി കഴിഞ്ഞു. അങ്ങനെ എവനാണെങ്കിൽ ആ ട്രക്കിന്റെ പിന്നാലെ ഓടാനായിട്ട് തുടങ്ങും. ഓടി ഓടി ആ ട്രക്കിനെ പിടിക്കാണ്. ഇവന് നല്ല വേഗതയുണ്ട്. പക്ഷെ അതിനുള്ളിൽ നോക്കുമ്പോൾ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇവനാണെങ്കിൽ ആ ഡ്രൈവറിനോട് വണ്ടി നിർത്താനായിട്ട് പറയുമ്പോൾ അയാൾ കേൾക്കത്തില്ല. അയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രക്കിന്റെ ഡോർ തുറക്കാണ്. ഇവൻ തെറിച്ച് റോഡിലോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ അവന്റെ ദേഹത്തൊക്കെ ഒരുപാട് പരിക്ക് പറ്റാണ്. പക്ഷെ അവൻ വിട്ടുകൊടുക്കത്തില്ല. ആ ഒരു ട്രക്കിന്റെ അകത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ എണീക്കാനായിട്ട് തുടങ്ങും. നല്ല രീതിയിൽ ഓടുകയാണ്. അവൻ ഈ റോബോട്ടിക് കാലുള്ളത് കൊണ്ട് തന്നെ നല്ല വേഗത്തിൽ ഓടാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി ആ ട്രക്കിനെ പിടിക്കുകയാണ്. പിടിച്ചിട്ട് അവൻ ആ ട്രക്കിന്റെ വാതിൽ തുറക്കാനായിട്ട് അയാളോട് പറയും. പക്ഷേ അയാൾ നിർത്തത്തില്ല. എന്നാൽ ആ ഒരു ട്രക്കിനുള്ളിൽ തന്നെ നമ്മുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു ട്രക്കിൽ നിന്ന് ഒരു തോക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങറെ തന്നെ തോക്കാണ്. ആ തോക്ക് എടുത്തിട്ട് ഇയാളെ കാണിക്കുകയാണ്. അങ്ങനെ ഇയാളെ പേടിച്ചിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. പിന്നീട് ഇയാളെ ട്രക്കിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഇവർ തോക്ക് കാണിച്ച് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇയാൾ ഒന്നും ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ ട്രക്ക് എടുത്തിട്ട് അതുവഴി എങ്ങനെ പോകും. പക്ഷെ ഇയാൾ വിളിച്ച് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല, അതിനുള്ളിൽ അവർ നിങ്ങളെ പിടിക്കുമെന്ന്. പക്ഷെ ഇയാൾക്ക് എങ്ങനെ അറിയാം അത്? ഇയാൾ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല, അതിനുള്ളിൽ ട്രക്ക് എടുത്തോണ്ട് പോയിട്ടില്ലേ, എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ അവർ ട്രക്ക് ഓടിച്ച് പോകാനായിട്ട് തുടങ്ങും. ട്രക്കിൽ പോകുമ്പോഴായിരിക്കും ഗേൾ ഫ്രണ്ട് അവന്റെ കാല് കാണുന്നത്. അവന്റെ കാല് കണ്ടിട്ട് അവൾ വരെ ഞെട്ടിപ്പോവാണ്. എന്താണ് സംഭവം ഒന്നും അവൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതേ നേരം തന്നെ ആ ഒരു മനുഷ്യനെ, അതായത് ഡോക്ടറിനെ കാണിക്കുവാണെങ്കിൽ അയാൾ നമ്മുടെ നിക്കിനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റോഡിൽ പോകുമ്പോൾ ആ ഒരു മുത്തശ്ശീനെ കാണുന്നുണ്ട്. അവരെ വണ്ടി നിർത്തി പിടിക്കുകയാണ്. അവരോട് നിങ്ങളെ ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരെ കാറിൽ നിന്ന് പിടിച്ച് ഇറക്കുകയാണ്. എന്നിട്ട് അവരെ ആ ഒരു ഫെസിലിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇരുത്തി ചോദ്യം ചെയ്യിപ്പിക്കുകയാണ്. പക്ഷേ മുത്തശ്ശി ഒന്നിനും മറുപടി പറയുന്നില്ല. എല്ലാത്തിനും എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഈ ഡോക്ടറിന്റെ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. ആ സ്യൂട്ട് കേസിൽ ഒരു തോക്കുണ്ട്. ആ തോക്കെടുത്ത് ഇയാൾ അവരെ കൊല്ലുകയാണെന്ന് തോന്നുന്നു. നമ്മളെ കാണിക്കുന്നില്ല, ചിലപ്പോൾ കൊന്നു കാണാം. കട്ട് ചെയ്താൽ നമ്മുടെ നിക്കിനെയും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടിനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ട്രക്ക് എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവരെന്തോ കണ്ട് ഞെട്ടിയിട്ട് ട്രക്ക് നിർത്തി പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. വന്ന് നോക്കുമ്പോഴാവട്ടെ വലിയൊരു കൊക്ക. ആ ഒരു കൊക്ക കടന്ന് എന്തായാലും അവർക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എങ്ങനെ അവിടെ ഒരു കൊക്ക വന്നു, റോഡ് എങ്ങനെ തീർന്നു, ഇതൊന്നും അവർക്ക് അറിയത്തില്ല. ഇവർ വീണ്ടും ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. തിരിച്ചു പോകാനായിട്ട് തുടങ്ങും. എന്തായാലും അവർ ട്രക്ക് ഓടിച്ചൊരു സ്ഥലത്ത് വരുന്നുണ്ട്. ട്രക്കിനുള്ളിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് ഡ്രസ്സ് അവൾക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തോ പാന്റും അതുപോലെ തന്നെ ഷർട്ടും അവൻ എടുത്തിടുന്നുണ്ട്. ഇവരിപ്പോ ട്രക്ക് ഓടിച്ചു വന്നിരിക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ അടുത്താണ്. ആ ബിൽഡിങ്ങിനുള്ളിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ കയറിപ്പോവും. അവിടെ നിന്ന് ഒരു മാപ്പ് കണ്ടെത്തുന്നുണ്ട്. ആ ഒരു മാപ്പ് നോക്കുമ്പോൾ ഫെസിലിറ്റി എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവർ നിൽക്കുന്ന ഭാഗം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ വന്ന് റോഡ് തീരുന്നില്ലേ. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകണമെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തോ ലൂപ്പ് പോലത്തെ സംഭവമാണെന്ന് അവർക്ക് മനസ്സിലായി. അതായത് കുറച്ച് ഭാഗത്ത് മാത്രമേ മാപ്പ് ഉള്ളൂ. എന്നാൽ ആ ഒരു അതായത് ഇവരെ പൂട്ടിയിട്ടിരുന്ന ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അവർക്ക് അറിയാം. അത് മാപ്പ് നോക്കി ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനുശേഷം അന്ന് രാത്രി നിക്കും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും കൂടെ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ സൈഡിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് ആ ഒരു സൈഡിൽ വന്ന് ഒളിച്ചിരിക്കും. അതായത് ആ ബിൽഡിങ്ങിനുള്ളിൽ വന്ന് ഒളിച്ചിരിക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും എന്തോ ഒരു സാധനം ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നത്. പക്ഷേ അത് അവരുടെ കൂട്ടുകാരൻ തന്നെയാണ്. കൂട്ടുകാരൻ പേടിച്ചിട്ടാണ് അവരെ ആക്രമിക്കാനായിട്ട് വന്നത്. പക്ഷെ നിക്കാണെങ്കിൽ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ നിക്കാണെന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഡോക്ടറിനെ കാണുകയാണെങ്കിൽ അയാൾ ട്രക്ക് ഡ്രൈവറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ ഒരു തോക്കും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ട്രക്ക് ഡ്രൈവറിനോട് ഡോക്ടർ ചോദിക്കും, നിങ്ങൾ ഇന്ന് കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നോ, ഒരാണിനെയും പെണ്ണിനെയും കണ്ടിരുന്നോ എന്ന്. പക്ഷെ അയാൾ പറയും ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് തോക്കെടുത്ത് ഈ ഡോക്ടറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ തോക്ക് വർക്കാവുന്നില്ല, അതിൽ നിന്ന് ഉണ്ട പോകുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ഡോക്ടർ ഒരു തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതായത് ട്രക്ക് ഡ്രൈവറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഈ ഡോക്ടർ എന്തിനാണ് അവരെ കൊല്ലുന്നതെന്ന് അറിയത്തില്ല. അതായത് നേരത്തെ ആ മുത്തശ്ശീനെയും കൊന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ഈ ട്രക്ക് ഡ്രൈവറിനെയും കൊന്നു കഴിഞ്ഞു. അപ്പൊ ഇയാൾക്ക് എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതേ നേരം തന്നെ നിക്കാണെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. എന്നിട്ട് അവൾക്കൊരു ഉമ്മയും അതുപോലെ തന്നെ തലോടലും കൊടുത്തിട്ട് കൂട്ടുകാരനോട് വന്നിരുന്ന് സംസാരിക്കും. ഇപ്പൊ ഇവർ എത്ര ശ്രമിച്ചിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റിയില്ലല്ലോ. ഒരു സൈഡിൽ കൊക്കയില്ലേ, ആ കൊക്ക സാധാരണ ഒരിക്കലും വരത്തില്ല. ഇവർ വിചാരിക്കുന്നത് ഇവരെ ഗവൺമെന്റ് പിടിച്ചോണ്ട് വന്ന് എന്തോ എക്സ്പെരിമെന്റ് നടത്തുന്നതാണെന്നാണ്.
അതുപോലെ തന്നെ കൂട്ടുകാരന്റെ കൈ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. കൂട്ടുകാരന്റെ കൈയും റോബോട്ടിക് കൈയാണ്. അവന്റെ ഒറിജിനൽ കൈ വെട്ടി മാറ്റിയിട്ട് അവിടെ റോബോട്ടിക് കൈ വെച്ചേക്കാണ്. ഇപ്പൊ ഇതിനെല്ലാം കൂടെ ഉത്തരം കിട്ടണമെങ്കിൽ ആ ഫെസിലിറ്റിയിൽ, അതായത് ആ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അവിടെ പോകാൻ ഇവർ തീരുമാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ഇവരെല്ലാരും കൂടെ, അതായത് ഈ 3 പേരും കൂടെ ട്രക്ക് എടുത്തിട്ട് ആ ഒരു ഫെസിലിറ്റിയിലോട്ട് പോകും. അങ്ങനെ ആ ഫെസിലിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവരുടെ ട്രക്ക് പിടിച്ചിടുകയാണ്. ഈ നേരം നമ്മുടെ നിക്കും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും കൂടെ ആരും അറിയാതെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ സെക്യൂരിറ്റി ചെക്കിൽ സെക്യൂരിറ്റിക്കാർക്ക് മനസ്സിലായി, അതായത് ഇത് ഇവിടത്തെ ട്രക്കല്ല, എന്തോ ഇതിനുള്ളിലുണ്ട്, അല്ലെങ്കിൽ ഈ ട്രക്കിലുള്ള ആൾക്കാർ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ട്രക്ക് ഓടിച്ച കൂട്ടുകാരനോട് പുറത്തോട്ടിറങ്ങി വരാനായിട്ട് പറയും. പക്ഷെ കൂട്ടുകാരനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രക്കിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് തൊട്ടടുത്ത ബിൽഡിങ്ങിലോട്ട് ഓടുകയാണ്. ഇതോടാകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് സംശയമായിട്ട് എല്ലാവരും കൂടെ തോക്കെടുത്തിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ അവനാണെങ്കിൽ ആ ബിൽഡിങ്ങിനുള്ളിൽ കയറിയിട്ട് ഒരു സൈഡിൽ പതുങ്ങിയിരിക്കുകയാണ്. പുറത്തുനിന്ന് നല്ല രീതിയിൽ വെടിവെക്കുന്നത് കൊണ്ട് തന്നെ ബുള്ളറ്റ് അകത്തോട്ട് കയറുന്നുണ്ട്. പക്ഷേ അവന്റെ ദേഹത്തൊന്നും കൊള്ളാതെ അവിടുന്ന് ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് അതുവഴി അവൻ എന്തൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവന്റെ വിരലുകൾക്ക് വ്യത്യാസമുണ്ട്. പഴയതുപോലെ സാധാ വിരലുകളോ അല്ലെങ്കിൽ കയ്യോ അല്ല, ഇത് വലിപ്പമുള്ള റോബോട്ടിക് കൈയാണ്. അത് വെച്ച് ടൈപ്പ് ചെയ്യാൻ നോക്കിയിട്ട് അവനെ കൊണ്ട് കഴിയുന്നുമില്ല. അന്നേരമായിരിക്കും ആ ഒരു ഷെഡിലോട്ട് വലിയൊരു ബോംബ് വന്ന് വീഴുന്നത്. പുറത്തുള്ള സെക്യൂരിറ്റീസ് വലിച്ചെറിഞ്ഞതാണ്. അത് പൊട്ടുന്നുണ്ട്. കൂട്ടുകാരൻ തെറിച്ചു വീഴുന്നുണ്ട്. പക്ഷേ അവന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല. അവൻ എണീറ്റ് പുറത്തോട്ട് വരികയാണ്. അവന്റെ കണ്ണാടിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അവൻ അങ്ങനെ വയ്യാത്ത രീതിയിൽ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴായിരിക്കും കുറേയധികം ആൾക്കാർ അവന്റെ നേരെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അവൻ ഒരു സൈഡിൽ തളർന്നു വീഴുന്നുണ്ട്. ഇത് നമ്മുടെ നിക്ക് കാണാണ്. എത്രയും പെട്ടെന്ന് തന്നെ ട്രക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കൂട്ടുകാരന്റെ അടുത്ത് വരുന്നുണ്ട്. കൂട്ടുകാരൻ ഇനിയും വെടിയേൽക്കാതെ അവൻ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു സൈഡിൽ കൊണ്ടുവന്ന് കൂട്ടുകാരനെ തട്ടി എണീപ്പിക്കാൻ നോക്കുകയാണ്. കൂട്ടുകാരന് ബോധമുണ്ട്. അപ്പൊ കൂട്ടുകാരൻ പറയും, ഞാൻ എന്തായാലും മരണപ്പെട്ടു പോകും, പക്ഷെ നീ മരിക്കാനായിട്ട് പാടില്ല. ഇതിനൊരു അന്ത്യം കണ്ടെത്തണം. ഇതിന്റെ സത്യം എന്താണെന്ന് നീ കണ്ടെത്തണം. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകൂ, പോടാന്ന് പറഞ്ഞിട്ട് ഇവനെ ട്രക്കിൽ കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രക്ക് അവന്മാര് പിടിച്ചു വെച്ചേക്കാണ്. അതായത് ഈ ട്രക്ക് ഇവിടെ നിന്ന് പോവാതിരിക്കാനായിട്ട് ഇതിന്റെ അടിയിൽ വലിയൊരു എന്തോ ഒരു സംഭവം ആ ട്രക്കിനെ പൊക്കി നിർത്തിയിട്ടുണ്ട്. അത് പൊളിച്ചാൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തുള്ളൂ. നിക്കാണെങ്കിൽ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി മുമ്പോട്ട് എടുക്കാനായിട്ട് തുടങ്ങും. പക്ഷെ വണ്ടി അനങ്ങുന്നില്ല. ഈ നേരം കൂട്ടുകാരനാണെങ്കിൽ അവന്റെ റോബോട്ടിക് കൈ വെച്ചിട്ട് ആ ഒരു സാധനം ഇടിച്ചു പൊട്ടിക്കുകയാണ്. അപ്പോഴേക്കും ട്രക്ക് അനങ്ങി തുടങ്ങി. ട്രക്ക് മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങും. ഈ നേരം ബാക്കിയുള്ള സെക്യൂരിറ്റീസ് വന്ന് കൂട്ടുകാരനെ പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കാനായിട്ട് പാടില്ല. കാരണം കൂട്ടുകാരനാണെങ്കിൽ ഈ സെക്യൂരിറ്റീസ് എല്ലാം കൂടെ അവനെ പിടിക്കാനായിട്ട് വരുമ്പോൾ അവന്റെ റോബോട്ടിക് കൈകള് അത് വെച്ച് താഴെ ഇടിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ ബാക്കിയുള്ള പോലീസുകാർ, അതായത് സെക്യൂരിറ്റികളെല്ലാം കൂടെ തെറിച്ച് പോകുന്നുണ്ട്. ആ ഒരു സ്ഥലം എല്ലാം ഇടിച്ച് നശിപ്പിക്കുകയാണ്. ഒരിക്കലും കൂട്ടുകാരൻ തോറ്റു കൊടുക്കാനായിട്ട് നിന്നിട്ടില്ല. പിന്നീട് അവനെ ചിലപ്പോൾ പോലീസുകാരൊക്കെ പിടിച്ചിട്ട് അവനെ എന്തെങ്കിലും ചെയ്ത് കാണാം. അത് നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും കുറെ അധികം ആൾക്കാരൊക്കെ അവൻ താഴെ ഇടിച്ചിട്ട് ആകാശത്തോട്ട് പറത്തി കളയുന്നുണ്ട്. കട്ട് ചെയ്താൽ വീണ്ടും നമ്മുടെ നിക്കിനെയും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും അങ്ങനെ ട്രക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗേൾ ഫ്രണ്ട് നല്ല രീതിയിൽ കരയുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണ് നമ്മുടെ കൂട്ടുകാരൻ. രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടാണ്. അപ്പൊ അത്ര അടുപ്പമുണ്ട്. എന്തായാലും ഇപ്പൊ അവർ ട്രക്കിൽ അങ്ങനെ പോകുമ്പോഴായിരിക്കും ദൂരെ ഡോക്ടർ കുറെ ആൾക്കാരെയും പിടിച്ചു വെച്ച് അങ്ങനെ നിൽക്കുന്നത്. അതായത് ഇവർക്ക് നേരെ തോക്കൊക്കെ ചൂണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നത്. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു പോവാണെങ്കിൽ ഇവർക്ക് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവാം. പക്ഷെ നമ്മുടെ നിക്കാണെങ്കിൽ ട്രക്ക് നിർത്തത്തില്ല. അവൻ ട്രക്ക് ഓടിച്ച് അവർ ഇടിക്കാനായിട്ട് ചെല്ലുകയാണ്. എന്നാൽ ഈ ഡോക്ടറിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ കുറേയധികം മുള്ളുവേലികൾ എടുത്ത് ഈ ട്രക്കിന് മുമ്പിലോട്ട് ഇടും. അതിനകത്ത് ഈ ട്രക്ക് കയറിയിട്ട് ട്രക്കിന്റെ കൺട്രോൾ തെറ്റിയിട്ട് അവിടെ ചെന്ന് മറിയാണ്. ഈ മറിയുന്ന നേരം നിക്കാണെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ എടുത്ത് പുറത്തോട്ട് ചാടുന്നുണ്ട്. രണ്ടുപേരും കൂടെ രണ്ട് സൈഡിൽ പോയി മറിഞ്ഞു വീഴുന്നുണ്ട്. രണ്ടുപേർക്കും നല്ല രീതിയിൽ ബോധമൊന്നുമില്ല. പക്ഷെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അന്ന് നമ്മൾ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞില്ലേ ഒരു മാല, സത്യത്തിൽ അവൾ എടുത്ത് കളഞ്ഞിട്ടില്ല. ആ മാല അവന്റെ എടുത്ത് കൊടുക്കുകയാണ്. അന്നേരമായിരിക്കും കുറെ ആൾക്കാർ വന്നിട്ട് ഈ ഗേൾ ഫ്രണ്ടിനെ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങോട്ടൊരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററിൽ കയറ്റിയിട്ട് ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. നിക്കിനിത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അവന് പോരാടാനായിട്ടുള്ള ആരോഗ്യം ഇല്ല. അവൻ തളർന്ന് അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ അവൻ വിട്ടുകൊടുക്കാതെ പതിയെ എണീക്കുകയാണ്. അന്നേരിക്കും ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് ആ ഹെലികോപ്റ്റർ പോയി കഴിഞ്ഞു. അതുമാത്രമല്ല അവന്റെ ചുറ്റും കുറെ അധികം സെക്യൂരിറ്റീസ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്കം പിടിച്ച് നിൽപ്പുണ്ട്. ഒന്ന് അനങ്ങിയാൽ എന്തായാലും അവനെ ഷൂട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഡോക്ടർ അവന്റെ അടുത്തോട്ട് വരുന്നത്. അങ്ങേരുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസും ഉണ്ട്. അതിനകത്ത് എന്തായാലും തോക്കായിരിക്കുമല്ലോ. അയാള് പതിയെ അവന്റെ അടുത്തോട്ട് നടന്നു വരുമ്പോൾ അവൻ അയാളുടെ കോട്ടില്, അതായത് ആ ഒരു സ്യൂട്ടില് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അയാളുടെ സ്യൂട്ടിനകത്ത് പേര് എഴുതി വെച്ചിട്ടുണ്ട് നൊമാഡ് എന്ന്. അതായത് ആ ഹാക്കർ മറ്റാരുമല്ല, ഇയാള് തന്നെയാണ്. ഇയാളോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങളാണോ നൊമാഡ് എന്ന്? അപ്പൊ ഇയാളാണെങ്കിൽ ഞാനാണ് നൊമാഡ് എന്ന് പറയുന്നുണ്ട്. അതായത് അന്ന് ആ ബിൽഡിങ്ങിലോട്ട് അവനെ സ്വീകരിച്ചത് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയത് ഇങ്ങേരാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ ദേഷ്യം കാരണം ഇവന്റെ ആ ഒരു റോബോട്ടിക് കാലാണെങ്കിൽ അതിങ്ങനെ തിളങ്ങാനായിട്ട് തുടങ്ങും. അതിൽ നിന്ന് തീ വരുന്നത് പോലെ പെട്ടെന്നായിരിക്കും അവൻ ഓടാനായിട്ട് തുടങ്ങുന്നത്. നല്ല വേഗതയിൽ, അതായത് ഒരു മനുഷ്യൻ ഓടാൻ പറ്റാത്ത വേഗതയിൽ അവൻ ഓടുന്നുണ്ട്. ഒരു കാറിന് പോലും അത്രയധികം വേഗതയിൽ പോകാനായിട്ട് പറ്റത്തില്ല. പൊടിയും എല്ലാം കൂടെ പറത്തി നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ടാണ് അവൻ അങ്ങനെ ഓടുന്നത്. വേറെ കുറച്ച് ആൾക്കാർ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അവന്റെ ദേഹത്ത് തട്ടുന്നില്ല, ബുള്ളറ്റ് ഒന്നും തട്ടുന്നില്ല. ഇവൻ നല്ല വേഗതയിൽ ഓടിയിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ ചില്ല് പോലെ ഉണ്ട്, അതായത് ഒരു ഗ്ലാസ് പോലെ. അത് തകർത്തിട്ട് അപ്പുറം പോയി വീഴുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവൻ അറിയത്തില്ല. അതായത് ആ പാലത്തിനപ്പുറം എന്തൊരു ചില്ല് അല്ലെങ്കിൽ എന്തൊരു ഗ്ലാസ്. അവൻ മറിഞ്ഞു വീണിട്ട് പതിയെ എണീക്കുകയാണ്. എണീറ്റ് വന്ന് നോക്കുമ്പോഴാവട്ടെ അവനൊരു സ്പേസ് ഷിപ്പിലാണുള്ളത്. ആ സ്പേസ് ഷിപ്പ് സ്പേസിൽ അങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇത് കണ്ടവൻ ഞെട്ടി നിന്നിട്ട് പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ട് ആ ഒരു ഡോക്ടർ വരുന്നുണ്ട്. അയാൾ വന്നിട്ട് പതിയെ അയാളുടെ ഹെൽമെറ്റ് ഊരാണ്. ഹെൽമെറ്റ് ഊരുമ്പോൾ അയാളുടെ തല റോബോട്ട് പോലാണ്, അയാൾ സാധാരണ ഒരു മനുഷ്യനല്ല. എന്നിട്ട് അയാൾ പറയാനായിട്ട് തുടങ്ങും, നമ്മുടെ നിക്കിനെ മനഃപൂർവ്വം തന്നെ ഇയാൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് അവനെ സ്പേസിലോട്ട് കൊണ്ടുവന്നിട്ട് അവനെ എക്സ്പെരിമെന്റ് ചെയ്ത് അവന്റെ കാല് മാറ്റി വെച്ചു. അതാണ് സംഭവിച്ചത്. ഇയാളെയും അതുപോലെ തന്നെ വേറെ കുറെ ഏലിയൻസ് ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പാണ്. ഇനി അവ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. എന്തായാലും അവനാകെ കൺഫ്യൂഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.